പ്രിയപ്പെട്ടവരെ, പോക്കരാക്കാനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ കാണാതായ ആ സമയം മുതൽ ഇതുവരെ ഊർജിതമായ തെരച്ചിലിന്റെ ഭാഗമായിട്ട് കയ്യും മെയ്യും മറന്ന് സജീവമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാൾ നമ്മോടൊപ്പം ചേരാണ്, നാട്ടുകാരെ. ഇന്നത്തെ തെരച്ചിൽ എവിടം വരെ എത്തിപ്പോ? നമ്മളിപ്പോ പുല്ലമ്പറമ്പ് എന്ന മാതിരി കോറി, ഈ പാമ്പിന്റെ ഭാഗം ഇവിടെയൊക്കെ ഫുള്ള് തെരഞ്ഞു. ഇവിടെ ഒന്നും ആളെ കാണുന്നില്ല. പിന്നെ ഇന്നലെ ഇവിടെ ഒരു 5 മണി 7 മണിക്കൊക്കെ കണ്ടോലുണ്ട്. പിന്നെ സാറുമാർ ഇവിടെ മൊത്തം ഇന്നലെ തന്നെ വന്നിട്ട് സാറുമാർ മൊത്തം അവിടെ തെരയുന്നുണ്ട്. ഇന്നമാതിരി ആദിവാസി കോളനിയിലൊക്കെ സാറുമാർ പോലെ പിള്ളേർ സജീവമായിട്ട് പുള്ളി തെരയുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇന്നലെ മൊത്തം തെരഞ്ഞു. ഇന്നലെ ഞങ്ങൾ ഒരു 5 മണിക്ക് തുടങ്ങിയിട്ട് ഇന്നേ വരെ തെരച്ചിൽ തന്നെ, ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു കാടാണോ ഇവിടെ? നല്ല കാടാണ്, ചോളിക്കാടിന്റെ കാട് തന്നെ, മൊത്തത്തിൽ നല്ല കാടാണ്. ഇവിടുന്ന് ഇപ്പൊ അവര് വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ. അത് അവിടുന്ന് ഇവിടം വരെ സാധാരണ വരലുണ്ട് ഈ പരിസരത്ത്? അങ്ങനെ വരവില്ല, പക്ഷെ എന്നാലും മൂപ്പര് ഇവിടെ പഴയ കാലത്ത് കന്നൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആൾക്ക് ഇവിടെ അറിയാം. പിന്നെ മൂപ്പര് ചെരുപ്പ് ഇവിടുന്ന് കിട്ടി ഞങ്ങൾക്ക്. അപ്പൊ ആ സംശയത്തിലാണ് മൊത്തം ഇങ്ങനെ നോക്കും. ഇപ്പൊ നിലവിൽ ഇവിടെ കോറിയിലൊക്കെ പോയി അങ്ങനെ തെരച്ചിലാണ്? കോറിയിലുണ്ടോന്ന് ഫയർഫോഴ്സ് വന്നിട്ട് ഇവിടെ 3 കോറിയിൽ മുങ്ങി, ചേരോന്ന് പറഞ്ഞ കുറവുണ്ട്, അവിടെ മുങ്ങി. അവിടൊക്കെ നോക്കി, അവിടെ ഒന്നും ആളില്ല. ഇനിയിപ്പോ ഇതുവരെ തെരച്ചിലിൽ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ്. ഇതുവരെ ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് തെരഞ്ഞത്, പക്ഷെ ഇപ്പൊ ഒരു പ്രതീക്ഷ ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ 1-2 സ്ഥലം കൂടി തോട്ടത്തിൽ കുറെ കിണറും കാര്യങ്ങളൊക്കെ അവിടെ കൂടി തപ്പാനുള്ളൊരു അഭിപ്രായം. എന്തെങ്കിലും ദുരൂഹത എന്തെങ്കിലും? അങ്ങനൊന്നും തോന്നുന്നില്ല. ആളങ്ങനെ, പിന്നെ സുഖമില്ലാത്ത ആളാണ്, 97 വയസ്സോളം. അപ്പൊ ആളിങ്ങനെ ഒരു ചെറിയ മെന്റലാറ്റി പ്രശ്നമുള്ള അങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പൊ വീട്ടിലൊന്നും ശ്രദ്ധിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇത്ര തിരിച്ചു വരും എന്ന് വിചാരിച്ച് വന്നില്ല. അതാണ് വിഷയം. ഈ 2 ചെരുപ്പ് ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു കിടന്നത്? അതായത് ഒരു 500 മീറ്ററിന്റെ ഡിഫറൻസിൽ 2 ചെരുപ്പ്. പിന്നെ അത് ഫോളോ ചെയ്ത് പോലീസ് നായൊക്കെ പോയി? പോലീസ് നായക്കോടെ വന്ന് അതിലൊന്നൊരു എത്തുമ്പോൾ പിന്നെ സാർമാർ അപ്പൊ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓലും നമ്മളെ കൂടെ നോക്കാൻ. വളാഞ്ചേരി പോലീസും പിന്നെ സജീവമായിട്ട് ഫോണ് ഒക്കെ വളരെ ഇതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോ മുന്നോട്ട് എങ്ങനെയാ, എന്തൊക്കെയാ തീരുമാനങ്ങൾ? സാർമാർ പറഞ്ഞ് കിട്ടിയിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മള് രക്ഷപ്പെടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ തെരച്ചിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് പോവാണോ? ഞങ്ങൾ അങ്ങോട്ട് പോകണം, അവിടെ നോക്കാൻ തന്നെ പോണ്. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പരെ ഞങ്ങള് നോക്കാച്ചിട്ട് തന്നെയാണ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഷിഹാബ്. വീട് ഇവിടെ തന്നെ? ഇവിടെ തന്നെ അല്ലേ? അപ്പൊ ഇവിടെ നാട് മൊത്തം തെരഞ്ഞുകൊണ്ട്? അവിടെ മൊത്തം ആളുണ്ട്. ഇവിടെ ഇന്നലെ രാത്രിയൊക്കെ മൊത്തം ഇവിടെ അവിടെ താഴെ പിന്നെ ആളുണ്ട്. ഉണ്ടല്ലേ? ആയിക്കോട്ടെ. നമ്മളിപ്പോ ഷിഹാബിക്കാണ് ചേർന്നത്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഇതുവരെ തെരച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, എങ്കിലും അവരുടെ ശ്രമങ്ങൾ ഒരിക്കലും നിർത്തുന്നില്ല. കണ്ടെത്തുന്നത് വരെ ഇവിടെ തന്നെ തെരയും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. വിവാഹം വരുന്നു, സ്റ്റൈൽ തീരുമാനിച്ചു. വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center, Valancheri, Pattambi, Kootanad, Koppam and Kecheri.